തത്തേ താഹ തിത്തേ താഹ തേ താഹ തിത്തേ താഹ. അപ്പൊ എന്നാ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ശനിയാഴ്ച വരും കേട്ടോ. റിയ ഇവിടെ വാ. നമ്മുടെ ചിലങ്കയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്ത മാസം 10-ാം തീയതിയാണ്. അപ്പൊ നീ നന്നായി ഹെൽത്ത് ഒക്കെ ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിനക്ക് വാട്സപ്പ്. ഇനി ആ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. ശരി. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാവാ. എനിക്ക് എന്തെങ്കിലും ഭയങ്കര ഉറക്കാണല്ലോ. എനിക്ക് വിശപ്പില്ല, ഞാൻ നാളെ കഴിച്ചോളാം. എന്താ പറ്റിയത്? പനി ഉണ്ടോ എനിക്ക്? ചെറിയ വേദന എടുക്കുന്നു. എന്താ ഇന്നലെ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചോ? അല്ലെങ്കിൽ ഇന്ന് രാവിലെ എന്തെങ്കിലും? എന്നാ കുറച്ചേക്ക് വിളിക്കാം. എന്നിട്ട് ഭക്ഷണമൊക്കെ അടുത്ത് ചുമ്മാ കഴിക്കണം കേട്ടോ. എനിക്ക് വേണ്ട, നാളെ കഴിച്ചോളാം. കുട്ടി ചോറായമ്മ? ആ ചോറായി. മുട്ട പൊരിച്ചതും ചോറും. ഇത്ര നാളെ ചോറ് എനിക്ക് അല്ല, എന്റെ വയറുവേദന എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ആ കുറവുണ്ട്. ഞാൻ പ്രാക്ടീസിനൊക്കെ പോകണ്ടേ. അപ്പൊ ഞാൻ ഇപ്പൊ കഴിക്കുവോ? അമ്മ വെയിറ്റ് ചെയ്യാൻ, നമുക്ക് ഫുഡ് കഴിച്ചോട്ടോ. ആയിക്കോട്ടെ. എന്നാ വയറുവേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ വിളിക്കാം. എന്നാ പോടല്ലോ. ബൈ. അന്ന് ഡാൻസ് ടീച്ചർ എന്താ പറഞ്ഞ? എന്നോട് ഞാൻ പറഞ്ഞില്ലല്ലേ, പ്രോഗ്രാമിന്റെ ഡേറ്റ് ആണ് 10-ാം തീയതിയാണ്. പിന്നെ മാം പറഞ്ഞു നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. നെഗറ്റീവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ പോകുന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും. ഞാൻ ഇല്ല, നിങ്ങളെ വയ്ക്കോ. ഞാൻ ഇല്ലക്ക് വയറിനൊരു സുഖമില്ല. നേരത്തെ വെട്ടിപ്പോളും. എന്താ പറ്റിയത്? അങ്ങനെ മാറിയില്ല. നമുക്ക് കാര്യം ചെയ്താണ് ഡോക്ടർ. അതല്ല, സെക്യൂരിറ്റിയുടെ മോള് ഫിദ വന്നിട്ടുണ്ട്. ഓള് കണ്ടിന്യൂസ് അല്ലേ, ഓളോട് ചോദിച്ചാലും മതിയല്ലേ നമുക്ക്. എനിക്ക് വയ്യമ്മ. ഫിദ മോളെ, എന്തൊക്കെയുണ്ട് വർത്താനം? സുഖം. ഭക്ഷണം കഴിച്ചോ? കഴിച്ച്. എപ്പോഴെത്തിയത്? ആണോ? എക്സാം ഒക്കെ കഴിഞ്ഞോ? എക്സാം അടുത്താഴ്ച. മോളെ, ഞാൻ എന്താ വിളിച്ചെന്നറിയോ? നമ്മുടെ റിയമോൾക്ക് ചെറിയൊരു വയറുവേദന ഇന്നലെ തുടങ്ങിയതാണ്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവളെ പറഞ്ഞ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിൽ രാവിലെ ക്ലാസ്സിലൊക്കെ പോയി. പക്ഷെ തിരിച്ചു വന്നത് ഇടക്ക് വെച്ചിട്ട് പെട്ടെന്ന് വന്നിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. നേരെ വന്ന് എന്നോട് വെള്ളം ചോദിച്ചു. ഇത് അപ്പൊ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഇപ്പൊ കയറി കിടന്നു. എന്തൊക്കെ ചെയ്യണ്ടേ? എന്തൊക്കെ കൊടുക്കുക? ആൾക്കാണെങ്കിൽ ഒരു ഡാൻസിന്റെ കോമ്പറ്റീഷനും വരുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യണ്ടെന്നും അറിയില്ല. നീ എന്താ മരുന്ന് കൊടുക്കാന്ന് അറിയാം എനിക്ക്? ഞാൻ നോക്കിട്ട് പറയാം. മോള് നോക്കിട്ട് പറയാട്ടോ. ശരി. ഹലോ ഉമ്മ, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ. ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നമായിട്ട് തോന്നിയേ. അപ്പൊ വീട്ടിലിപ്പം ഗ്യാസിന്റെ ഗുളിക ഉണ്ടാവൂലേ, അത് കൊടുത്തു നോക്കിയാൽ മതി. ഇനി മാറിയിട്ടില്ലെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ കാണിച്ചോട്ടോ. ചെറിയൊരു വേദനക്ക് കുറവുണ്ട്, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഫിദ എന്തെങ്കിലും മരുന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ കാണിച്ചതാണോ? ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാച്ചിട്ടാ. നോക്കിയാ കേട്ടെ. എന്നാ ഞാൻ പോട്ടെ, വെയില് വരുന്നത്. ശരി ട്ടോ. ഇതിപ്പോ എന്താ? എന്റെ വേദന കുറയണില്ലമ്മ. നല്ല വേദന ഉണ്ടോ? സുഖം. നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. അന്നത്തേക്കാൾ കൂടിയ പോലെ തോന്നുന്നു. ഞാൻ കാര്യം ചെയ്യും, ചിക്കൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോയോക്കാം. എനിക്ക് ഞാനൊന്നും റെഡി ആക്കണേ.
ഇല്ല. 22 വയസ്സല്ലേ? അപ്പൊ എന്താ പ്രശ്നം എന്താ? വയറുവേദന. എവിടെ വേദന? ആദ്യം നടുവിലായിരുന്നു, ഇപ്പൊ റൈറ്റ് സൈഡിൽ നടന്ന വേദന. എത്ര ദിവസമായി വേദന തുടങ്ങിയിട്ട്? 4-5 ദിവസമായി. ഛർദ്ദി എന്തേലും? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവള് ഫുഡൊന്നും കഴിക്കണില്ല. പഠിത്തം തന്നെ. ഇപ്പൊ എത്രയായിട്ടായി വോമിറ്റ് ചെയ്ത്? 1-2 പ്രാവശ്യം ഛർദ്ദിച്ചു. വേദന എപ്പോഴാ കൂടുതൽ അങ്ങനെ എന്തേലും? ഞാൻ ഡാൻസറാണ്, അപ്പൊ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അപ്പൊ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോ കഴിക്കുമ്പോ വേദന കോളേജിൽ പോയിട്ട് അവരെല്ലാം വോമിറ്റ് ചെയ്തിട്ടാ വന്നു. എന്നാ നമുക്കൊന്ന് എക്സാം ചെയ്യണം. പോകാൻ പറ്റില്ല. അബ്ഡോമൻ തട്ടി കാലി കയറ്റി തൊടുമ്പോ വേദന ഉണ്ടെങ്കിൽ പറയണം. ഇവിടെ വേദന ഉണ്ടോ? ഇല്ല. ഇവിടെ അവിടെ വേദനയുണ്ട്. ഇവിടെയാണോ? So what's your diagnosis? I think it's appendicitis. So how did you reach that? Initially on palpation, there was pain in the right iliac fossa. On further palpation, there was tenderness at the McBurney's point. അപ്പോ അപ്പൻഡിസൈറ്റിസ് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. നമുക്ക് ഏതായാലും ഒന്ന് USCക്ക് വിടാൻ സ്കാനിന്. എന്റെ റിപ്പോർട്ട് വരട്ടെ, കേട്ട് പാക്കണം. ഓക്കെ. ഇത് USC ആണ് ചെയ്യേണ്ടത്. താഴെ ബില്ലടിച്ചിട്ട് മേലെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടെ പോയിട്ട് നിങ്ങൾ USC ചെയ്തിട്ട് ഒരു 1 hour ആകുമ്പോഴത്തേന് റിപ്പോർട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ തിരിച്ച് റിപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ വിളിക്കാം. ഇതിപ്പോ റിപ്പോർട്ട് നോക്കിയിട്ട് അപ്പൻഡിസൈറ്റിസ് ആണ്. പേടിക്കാനൊന്നുമില്ല. ഇത് നോർമലി യൂഷ്വലി കുറെ ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ്. സാധാരണയായിട്ട് സർജറി ആണ് ചെയ്യാറ്. സർജറി ചെയ്യാൻ പറ്റില്ല. ആദ്യം ഡാൻസ് കോമ്പറ്റീഷനിലാണ് നോക്കേണ്ടത്. ഡോക്ടർ സർജറിയാണ് നമ്മൾ ചെയ്യല്. ഇപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളെ അപ്പൻഡിസൈറ്റിസ് ഉണ്ട്. അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മളെ വൻകുടലിലുള്ള അപ്പൻഡിക്സ് ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും വേസ്റ്റോ ഒക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടുമ്പോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ കാരണം ഉണ്ടാവുന്നതാണ്. ഇപ്പൊ സർജറി ചെയ്തിട്ട് റിമൂവ് ചെയ്യാതെ മരുന്ന് തരാൻ പറ്റും. ഇപ്പൊ വേദന ഇപ്പൊ എങ്ങനെയുണ്ട് നോക്ക്? നല്ല വേദന ഉണ്ടോ? അത്ര വേദന ഇല്ല. നല്ല വേദന ഉണ്ടെങ്കിൽ പറയരുത്. സർജറി ഉണ്ട് പറഞ്ഞിട്ട് വേദന മാറ്റൊന്നും വേണ്ട. എനിക്ക് അത്ര വേദന ഇല്ല. എനിക്ക് ഡാൻസ് കോമ്പറ്റീഷന് എന്നാ ഡാൻസ് കോമ്പറ്റീഷൻ? ഇപ്പൊ നെക്സ്റ്റ് മന്ത് 10th. അങ്ങനെയാണെങ്കിൽ ഞാൻ മരുന്ന് എഴുതി തരാം. മരുന്നുകൊണ്ട് ചിലർക്ക് കുറയും, ചിലർക്ക് സർജറി വേണ്ട. മരുന്ന് മതി, നമുക്ക് നോക്കാം. എന്തായാലും മരുന്ന് എഴുതാം. മരുന്നുകൊണ്ട് കുറയുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ ആന്റിബയോട്ടിക് ചെയ്തിട്ടുണ്ട്. സിപ്ലോക്സിസെറ്റ് 5 days കൂടി. പിന്നെ ഗ്യാസ്ട്രൈറ്റിസിന് ഒന്ന് ചെയ്തിട്ടുണ്ട്, പാൻറ്റോപ്പസോൾ. അത് എത്ര ദിവസത്തേക്കാ? അത് 5 ദിവസത്തേക്ക് 40 mg. പിന്നെ വേദനക്ക് വേണ്ടിയിട്ട് സൈക്ലോപാം, അതും 5 ദിവസത്തേക്ക്. റെഡി. അപ്പൊ ഞാൻ മരുന്നൊക്കെ എഴുതിയത് അതിനനുസരിച്ച് കഴിക്കാം. പിന്നെ എന്താ വെച്ചാല് പുറത്തുനിന്ന് ഫുഡൊക്കെ ഒഴിവാക്കുക പരമാവധി. നന്നായി വെള്ളം കൊടുക്കുക. പിന്നെ ഹെൽത്തി ഫുഡ്, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. അങ്ങനെ കേട്ടോ. പിന്നെ എന്താ അധികം വേദന ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ സർജറി ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ വേദനക്ക് മരുന്ന് മാത്രം കുടിച്ചാൽ മതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ പിന്നെ അപ്പൊ സർജറി ചെയ്യേണ്ടി വരും. അപ്പൊ ഇനി വരണോ? അതിനൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണും. അവിടെ കിടക്കാട്ടോ. എപ്പോഴാ വേദന തുടങ്ങിയേ? മോൾക്ക് മുന്നേ വേദന ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നലെയാണ് നല്ല കൂടിയത്. ഞങ്ങൾ നേരത്തെ കാണിച്ചായിരുന്നു. അപ്പൊ അവര് മെഡിസിനൊക്കെ കുടിച്ച് ഞങ്ങള് ഈ ഭാഗത്തായിട്ട് വേദന ഉണ്ടോ? ഇന്നലെ കൂടിയതാ. എന്താ ഡോക്ടർ? ഈ പേഷ്യന്റ് ആയിരുന്നു. ഓക്കെ, ശരി. മോളെ വേദന എവിടെയാ? എപ്പോഴാ പെയിൻ സ്റ്റാർട്ട് ചെയ്തേ? ഓക്കെ.
ഞങ്ങൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറിനെ. അപ്പം അന്ന് ടെസ്റ്റ് ചെയ്തതിന് റിപ്പോർട്ട്സ് ഉള്ള കയ്യിലുണ്ടോ, സ്കാനിങ്ങിൻ്റെ മറ്റോ? ഓക്കെ, മുന്നേ കാണിച്ചിരുന്നു. അപ്പം അവർ സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അപ്പൻഡിക്സിൻ്റെ പെയിൻ തന്നെയാണെന്ന് തോന്നുന്നത്. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതല്ലേ. നമുക്കൊരു USG എടുത്ത് നോക്കാം. USG എടുക്കാതെ കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. USGൻ്റെ ബ്ലഡിൻ്റെ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. I think it's a case of perforated appendix. See, you can see the pus collection around the appendix, and also the total counts are also raised. So you might have to do an emergency appendectomy. So കുട്ടിയുടെ പാരൻസിനെ വിളിച്ചോ. ആൻഡ് ഓൾസോ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടി ഇൻഫോം ചെയ്തോ. മാം, നമുക്ക് റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അനസ്തേഷ്യ ഡോക്ടറാണ്. ഇതിപ്പോൾ സർജറി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല. അപ്പോൾ സർജറി ചെയ്യുക. റിപ്പോർട്ട്സ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചെറുതായിട്ട് അപ്പൻഡിക്സ് കുറച്ച് വീങ്ങി പൊട്ടിയിട്ടുണ്ടെന്നാ. പക്ഷെ കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. അതിപ്പോൾ സർജറി ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുക, അല്ലേ സർ? എത്രയും പെട്ടെന്ന് ചെയ്യുക. അത് തന്നെ ഇന്ന് തന്നെ ചെയ്യാം. ഇനി ഫുഡ് ഇപ്പോൾ കുട്ടിക്ക് ഇനി ഒന്നും കൊടുക്കണ്ട. ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ മോളെയും കൂടെ ഒന്ന് ഇൻഫോം ചെയ്യണമല്ലോ. ഞാൻ മോളെ കാണാൻ അങ്ങോട്ട് വരാം. ഇപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്തോളൂ, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. കമൻ. എടാ, ആ കുട്ടിയുടെ കൺസെൻറ്റ് വാങ്ങിക്കോ. സർജറി ചെയ്യാനുള്ള നമ്മൾ ഇന്ന് തന്നെ ചെയ്യുന്നുണ്ടാവും. ഞാൻ ടെസ്റ്റിനുള്ളതൊക്കെ എഴുതി തരാം. ചെസ്റ്റ് എക്സ്റേ എടുക്കണം, ECG എടുക്കണം, ബ്ലഡും നോക്കാനുണ്ട്. PTCT, LFT ഒക്കെ ചെയ്തോ. RFT, TSH, RBS, ദെൻ ഇൻഫെക്ഷൻസ് ഒക്കെ നോക്കിക്കോ. ഇത് കൊണ്ടുപോയിക്കോ. I want you to scrub in Hamna as well, inform her. ചെറിയ സർജറി ചെയ്യേണ്ടി വരും. ടെൻഷനൊന്നും ആവേണ്ട, ചെറിയ സർജറിയാണ്. ഞാൻ അമ്മയുടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1 വീക്ക് റെസ്റ്റ് അത്രയൊക്കെ വേണ്ടി വരുള്ളൂ. ഓക്കെ. സർജറി ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നാളെ ഷിഫ്റ്റ് ചെയ്യും. കുറച്ചെന്തും മാത്രമാണെങ്കിൽ നമുക്ക് പോയി കാണും. ഇനിയിപ്പോൾ ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടർ വിളിച്ച് കഴിഞ്ഞാൽ അവിടെ വരും. ഇപ്പോൾ മോളേടാ ഓക്കെ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹംന, ഹൗ ആർ ദ വൈറ്റൽസ്? മോളെ എല്ലാം ഓക്കെ ആട്ടോ. നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ഫത്മ, give her diclofenac 2 times a day and paracetamol 3 times a day for 3 days. Also start her on metronidazole and ceftriaxone. Let's continue it for 5 days and then we'll see. So okay people, let's discuss the case. I want you to Alright, I've gone over this. Okay, if any 2-year-old female presented with abdominal pain, so based on the symptoms and history, what was your prime concern? So given the location of the pain, which is right lower quadrant, we thought it was acute appendicitis. Good. So initially she received symptomatic treatment, but after which she delayed for the care. So what were the medications given at that stage? Analgesics were given for the pain relief. Pantoprazole was given for the gastric symptoms along with some antibiotics. Exactly. So she had a complication coming up, so she tried to manage her pain temporarily, but masking symptoms can always be risky. So there are some other conditions which can mimic the pain of appendicitis in a young lady. So can you tell me what they are? So it can be gastroenteritis, mesenteric adenitis, ovarian torsion, and ectopic. Alright. So what key finding helped us confirm appendicitis situation? We found tenderness in the right lower quadrant, elevated WBC. The ultrasound showed dilated, non-compressible appendix.
Right. So by the time she came back, she developed peritonitis. So what complication do we need to be most cautious about in such a situation? Sepsis and a perforated appendix can lead to widespread infection. Exactly. So we performed an emergency appendectomy. So coming to Moscow, what is the antibiotic coverage plan? A combination of ceftriaxone and metronidazole was given to cover the gram-negative and anaerobic bacteria. Okay. So medicine is all about pattern recognition, but never rule out their symptoms. So now I want to people to go check on the patient, make sure that she's tolerating the medicine and look out for infections and keep me posted. Okay? വളരെ വേദനയൊക്കെ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ ഇത് ഡിസ്ചാർജ് ചെയ്യും. ഒരാഴ്ച റെസ്റ്റ് എടുക്കണം കറക്റ്റായിട്ട്. അഥവാ വേനറ്റുണ്ടെങ്കിൽ വന്നിട്ട് മാറാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേദന ഉണ്ടോ? ഡോക്ടർ നമുക്ക് നമ്മുടെ ഹെൽത്ത് ആണോ വെറുതെ കോമ്പറ്റീഷൻ ആണോ എന്ന് ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ റെഡി ഇനി എത്ര അവസരങ്ങൾ വരാൻ കിടക്കുന്നു. അതാണ് വലിയ വിഷമമാണ്. അതിനെന്താ അടുത്ത ഡാൻസ് പ്രാക്ടീസിനേക്കാൾ അടിപൊളി നമ്മൾ ചെയ്യും, പ്രൈസ് മേടിക്കും. ഇപ്പൊ എന്റെ മോൾക്കൊക്കെ റെഡി ആയില്ലേ, വേദന നമുക്ക് മാറിയില്ലേ? അതന്നെ നമുക്ക് ഏറ്റവും വലുത്. ആരോഗ്യമുള്ള നമുക്ക് കോമ്പറ്റീഷൻ ആണ് വലുത്. അത് മനസ്സിലായില്ല. അപ്പൊ ഇനി അതൊന്നും ആലോചിക്കാൻ കുറച്ച് നേരം ഭക്ഷണം എടുത്ത് വരട്ടെ. കുറച്ച് നേരം എനിക്കിഷ്ടപ്പെട്ടു.